അഷ്കർ അലി, ഗുഡ് ഈവനിങ്. ആരാണ് പുൽക്കൂട് തകർത്തത്? ആരാണ് പരിപാടികൾ അലങ്കോലമാക്കിയത്? ക്രിസ്മസ് ആഘോഷിക്കുന്നതിനോട് ആർക്കായിരുന്നു ഇത്ര അമർഷം? അത് അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വരികയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, അഷ്കർ? സുജ, ഇപ്പോൾ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഈ തത്തമംഗലം സ്കൂളിൽ ഈ സംഭവം നടന്ന സ്കൂളിലെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദും അതുപോലെ തന്നെ ചിറ്റൂർ ഡിവൈഎസ്പി കൃഷ്ണദാസ്, അതുപോലെ തന്നെ CI MJ മാത്യു ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇവിടെ സ്ഥലത്തെത്തിയിരിക്കുന്നത്. MJ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇതിൻ്റെ വിഷയത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാന സ്വഭാവമുള്ള ആളുകൾ തന്നെയാണോ ഇതിന് പിന്നിലെന്ന്, നല്ലപ്പള്ളിയിലേക്ക് സമാനമായിട്ടുള്ള ആളുകളാണോ ഇതിൻ്റെ പിന്നിലെന്നുള്ള സംശയം മന്ത്രി കൃഷ്ണൻകുട്ടി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ ഈ കേസിൽ നിയോഗിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധർക്ക് തന്നെ പരിശോധന നടത്തിയതിൽ ഡോഗ് സ്ക്വാഡ് ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്നും മണം പിടിച്ച ഡോഗ് സ്ക്വാഡ് സംഘം പിന്നീട് സ്കൂളിൻ്റെ ഈ അരികിലൂടെ തന്നെ പിറകിലേക്ക് പോവുകയും സ്കൂളിൻ്റെ ചുറ്റുമതിൽ കടന്ന് തൊട്ട് സമീപത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗ്രൗണ്ട് മുറിച്ച് കടന്ന് പിറകു വശത്തുള്ള റോഡിലേക്ക് ചെന്ന് കയറി അവിടം വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡോഗ് സ്ക്വാഡ് അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്തു. എന്തായാലും കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DSP വ്യക്തമാക്കിയിരിക്കുന്നതിൽ കേസിൽ FIR രജിസ്റ്റർ ചെയ്താണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അല്പസമയത്തിനകം തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു.